VP ശ്രീപത്മനാഭൻ 32 ലക്ഷം വോട്ട് ബിജെപിക്ക് കിട്ടി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. അതിന് തൊട്ടു മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പ്രകടനം മാറ്റിവെച്ചാൽ ഏറ്റവും മികച്ച പ്രകടനം. അങ്ങനെ നിൽക്കുന്ന ബിജെപിക്ക് ഇതുപോലെ കണക്കുകളൊന്നുമില്ലേ? 100 സീറ്റ് UDF പറഞ്ഞു, 110 സീറ്റ് LDF പറയുന്നു. നിങ്ങൾ എത്ര സീറ്റ് പറയും? സീറ്റുകളുടെ എണ്ണം തെരഞ്ഞെടുപ്പിന് മുമ്പേ പറയുക എന്ന് പറഞ്ഞാൽ അത് ഇലക്ഷനൊക്കെ പ്രഖ്യാപിച്ചിട്ട് അതിൻ്റെ ഒരു അന്തരീക്ഷം ക്ലിയർ ആവുന്ന സമയത്താണ് സാധാരണ മുന്നണികൾ പറയാറ്. പക്ഷെ അതിന് മുന്നേയും പറയാറുണ്ട്. പറയുന്നതിൽ തെറ്റുമില്ല, അതേ സമയത്ത് പറയുന്നത് ശരിയാവണമെന്നുമില്ല. ഇത് ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു പ്രശ്നം, ഇപ്പോൾ കേരളത്തിൽ അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്, അതിലൊരു സംശയമില്ല. അതിശക്തമായ ഭരണവിരുദ്ധ വികാരം ഇടതുപക്ഷ സർക്കാരിനെതിരെ കേരളത്തിലുണ്ട്. പക്ഷേ ആ വികാരത്തിന് അടിസ്ഥാനപരമായ കാരണങ്ങൾ, അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ UDF ആവുമോ എന്നുള്ളതാണ് ചോദ്യം. കാരണം UDF കേരളത്തിൽ പരീക്ഷിക്കപ്പെടാത്ത ഒരു സംവിധാനമല്ലല്ലോ. നിരവധി തവണ കേരളത്തിൽ UDF പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ആ സമയത്തെല്ലാം UDF ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഒരു വിഷയം കേരളത്തിലെ വ്യവസായ മേഖലയിലുള്ള പിന്നോക്കാവസ്ഥയാണ്. അതായത് ബേസിക്കായിട്ട് പറഞ്ഞാൽ തൊഴിലവസരങ്ങളില്ല. കേരളത്തിൽ തൊഴിലവസരങ്ങളില്ലാത്തത് കൊണ്ട് അഭ്യസ്തരവിദ്യരായ യുവാക്കൾ അന്യ സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. പണ്ട് ഗൾഫിലേക്ക് പോയിരുന്നു. ഇന്ന് വളരെ അപകടകരമായ രീതിയിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കാനഡ, ഓസ്ട്രേലിയ, സിംഗപ്പൂർ പോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അത് ജോലി തേടാൻ വേണ്ടി മാത്രമല്ല പോകുന്നത്, +2 കഴിഞ്ഞതിന് ശേഷം വിമാനം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കേരളത്തിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നുണ്ട്. ഇത് 10 വർഷത്തെ LDF ഭരണം കൊണ്ട് മാത്രം ഉണ്ടായതാണോ? ഇത് 10 വർഷത്തെ കേരളത്തിലെ LDF ഭരണം കൊണ്ട് ഉണ്ടായതല്ല. കേരളത്തിലെ UDF LDF മാറി മാറി ഭരിച്ച സംവിധാനം കൊണ്ടാണ് കേരളത്തിൽ തൊഴിലവസരങ്ങൾ ഇല്ലാതായത്, വ്യവസായവൽക്കരണം ഇല്ലാതായത്. ഇപ്പോൾ തോമസ് ഐസക്കിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഹുസൂറിൽ ഒരു ആപ്പിളിൻ്റെ അസംബ്ലിംഗ് യൂണിറ്റ് ഉണ്ട്, ITI പാസ്സായവർ അവിടെ പോയിക്കോളുന്നു. അവിടെ ജോലി ലഭിക്കും, 17,000 രൂപ 16,000 രൂപ ശമ്പളം കിട്ടും. അതിൻ്റെ ഭക്ഷണ ചെലവ്, താമസ ചെലവും കഴിച്ച് 13,000 രൂപ കയ്യിൽ കിട്ടുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഇത് പറയാൻ കേരളത്തിലെ ഭരണാധികാരികൾക്ക് നാണമില്ലേ? എന്തുകൊണ്ട് ആപ്പിളിൻ്റെ അസംബ്ലിംഗ് യൂണിറ്റ് കേരളത്തിൽ വന്നില്ല? വലിയ പാരിസ്ഥിതിക പ്രശ്നം ഉണ്ടാക്കുന്ന സംവിധാനമൊന്നും അല്ലല്ലോ ഒരു അസംബ്ലിംഗ് യൂണിറ്റ്. അപ്പോൾ കേരളം പരാജയപ്പെട്ടത് 2 മുന്നണികളും ഉത്തരവാദികളാണ്. അതുകൊണ്ട് LDF മാറ്റി UDF കൊണ്ടുവന്നിട്ട് ഒരു ഗുണവുമില്ല എന്നാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പറയാൻ പോകുന്നത്.